അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 94-ാം സങ്കീർത്തനം. സ്തോത്രം. ഒത്തിരി ചോദ്യങ്ങൾ കാണുന്നുണ്ട്. അതിന് നടുവിൽ സങ്കീർത്തനക്കാരന്റെ വിലയേറിയ അനുഭവങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ആമേൻ. സ്തോത്രം. ആ സങ്കീർത്തനത്തിന് ഒരു തലക്കെട്ട് നൽകിയാൽ ഒരു പ്രാർത്ഥന എന്നാണ്. ആ പ്രാർത്ഥനയ്ക്ക് 2 തലങ്ങളുണ്ട്. ഒന്ന്, ഒരു പ്രതികാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. 2, സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. 1 പ്രതികാരത്തിന് വേണ്ടിയാണ്, 2 സംരക്ഷണത്തിന് വേണ്ടി. ഒത്തിരി വാക്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഹൃദ്യമായി ഇടപെടുവാനിടയായി. ഞാൻ എല്ലാം പങ്കുവെക്കുന്നില്ലെങ്കിലും ചില വാക്യങ്ങൾ പങ്കുവെച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അവൻ അതിന് 1-ാമത്തെ വാക്യം വായിക്കാം. സങ്കീർത്തനക്കാരൻ 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ അഡ്രസ് ചെയ്യുന്ന ഇങ്ങനെയാണ്: പ്രതികാരത്തിൻ്റെ ദൈവം, പ്രതികാരത്തിൻ്റെ ദൈവമായ യഹോവേ. അവിടെ ആ വാക്യത്തിൽ ദൈവത്തെ പരിചയപ്പെടുത്തിയ ആരായിട്ടാ? പ്രതികാരത്തിൻ്റെ ദൈവം. ആ വാക്യം പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ നമ്മുടെ ദൈവത്തെക്കുറിച്ച് ഒത്തിരി പദങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ? സ്നേഹവാനായ ദൈവം, കാരുണ്യവാനായ ദൈവം, സർവശക്തിയുള്ള ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം, വിശ്വസ്തനായ ദൈവം. അങ്ങനെ ഒട്ടനവധി, നമ്മൾ തിരുവചനം മുഴുവൻ പരിശോധിച്ചാൽ ഒട്ടനവധി പദങ്ങൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെന്നെ പ്രത്യേകം ചിന്തിപ്പിച്ചു. ഇവിടെ എങ്ങനെ പറയുന്നത്? പ്രതികാരത്തിൻ്റെ ദൈവം. അപ്പം ഞാൻ ഇങ്ങനെ അതിനെ പറയാൻ ആഗ്രഹിക്കുക, പ്രതികാരത്തിന് ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവമായ യഹോവയാണ്. സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ദൈവം അതുകൊണ്ട് പറഞ്ഞ പ്രതികാരം എനിക്കുള്ളത്. 1-2 വാക്യങ്ങളൊന്ന് വേഗത്തിൽ വായിക്കാം. റോമലേഖനം 12-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കരുത്. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുടിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നോക്കണം, അവിടെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാ: പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. അടുത്ത പദം പറയുക: പ്രതികാരം എനിക്കുള്ളത്. എന്നിട്ട് അവിടെ എടുത്ത് പറയുകയാണ്: ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ്. അപ്പൊ ദൈവം തന്നെ പറയുകയാണ് പ്രതികാരം ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഹൃദ്യമായി ഇടപെടുകയാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: കേൾപ്പാൻ വേഗതയും പറവാൻ താമസം. ഇതാണ് നമുക്കുണ്ടാകേണ്ടത്. പക്ഷെ എവിടൊക്കെയോ ദൈവകോപത്തിന് ഇടം കൊടുക്കാതെ നാം തന്നെ പ്രതികാര മനോഭാവമുള്ളവരായി നിൽക്കുന്ന സാഹചര്യമുണ്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ഹൃദ്യമായി ഇടപെടുകയാണ്. എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് പറയാ: ഇല്ല, കർത്താവ് തന്നെ അരുളി ചെയ്യുകയാണ്, പ്രതികാരം നമുക്കുള്ളതല്ല. പ്രതികാരം, ഒന്ന് കരങ്ങൾ ദൈവം സ്തോത്രം ചെയ്യാമോ? നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ, അത് പഠന സ്ഥലത്താകാം, ജോലി സ്ഥലത്താകാം, കുടുംബ ബന്ധങ്ങളിലാകാം, ആമൻ റിലേഷനിൽ ആകാം, ആമൻ എവിടെങ്കിലും, ആമൻ നമ്മുടെ ജീവിതത്തിൽ ആമൻ പ്രതികാരത്തിന്റെ ഒരു മനോഭാവം ആരോടെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഹൃദ്യവും വ്യക്തവുമായി പറയുകയാണ്: ദൈവ കോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം ദൈവത്തിനുള്ളത്. പ്രതികാരത്തിനൊരു ദൈവമുണ്ടെങ്കിൽ ആ നാം സേവിക്കുന്ന ആമൻ നമ്മുടെ കർത്താവാണ്. ആമൻ ആ ദൈവമായ യഹോവയാണ് പ്രതികാരത്തിന് ദൈവം. ആ ദൈവത്തിനിടം കൊടുപ്പിനെന്ന് കർത്താവ് തന്നെ അറിയിച്ചു. അടുത്ത വാക്യം പറയാം: നിങ്ങളുടെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, അവന് ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളുമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യണം. നമ്മുടെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ ചിന്ത വന്നാൽ തിന്നാൻ ചോദിച്ചാൽ കൊടുക്കുമോ?
കൊടുക്കാനുണ്ടേലും കൊടുക്കത്തില്ല. അവിടെ നമുക്ക് അബദ്ധം പറ്റുന്നത്. വചനം വ്യക്തമായി പറയുക അല്ലേ, ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ നീ അവന് തിന്മാൻ കൊടുക്കുക, അതാണ് പ്രതികാരമെന്നാണ് വചനം പറയുന്നത്. പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് ചെയ്ത് പ്രതികാരം നമ്മൾ മേടിക്കുക അല്ലേ. നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. ആ ഭാഗം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പിന്നെയും ഇടപെടുന്നതുകൊണ്ട് ഞാനത് ആ ഭാഗം പങ്കുവെക്കുകയാണ്. ആമേൻ. 94 സങ്കീർത്തനത്തിൽ നാം വായിക്കുക, പ്രതികാരത്തിൻ്റെ ദൈവമായ ഹോവേ. ആമേൻ, സ്തോത്രം. മടങ്ങി വരട്ടെ, സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം. ഒരു കാര്യം മറക്കരുത്, നമ്മൾ ആ ചിന്തിച്ച ഭാഗത്ത് നിന്ന് പ്രതികാരം ആർക്കുള്ളതാ? ദൈവ കോപത്തിന് ഇടം കൊടുക്കണം. ഹല്ലേലൂയ. കാരണം ആമേൻ, സ്തോത്രം, ചിലതിന് നേരെ ദൈവത്തിൻ്റെ കോപം അയക്കാൻ കാത്തിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രവർത്തികൾ നിമിത്തം ആ ദൈവകോപം സംഭവിക്കാതിരുന്നാൽ ആമേൻ, സ്തോത്രം, ദൈവിക പ്രവർത്തി വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ. ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ. വായിച്ചാട്ടെ. കണ്ടോ, അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം എന്ത് ചെയ്യണം? സങ്കീർത്തനക്കാരൻ പറയുകയല്ല, കർത്താവ് വാളും വടിയും അമ്പും വില്ലുമായിട്ട് അവനെ തോപ്പിക്കണമെന്ന് പറയുകയാണോ? അല്ലെങ്കിൽ അവനോട് യുദ്ധം ചെയ്യണമെന്ന് പറയുകയാണോ? അല്ല. സങ്കീർത്തനക്കാരൻ ഒറ്റ കാര്യം പറയാം. എന്താ പറയാ? ദൈവമേ നീ പ്രകാശിക്കണം. എങ്ങനെ പ്രതികാരം ചെയ്യണമെന്നാണ് ദൈവോട് പറയുന്നത്? മനസ്സിലായോ? ദൈവം പ്രകാശിച്ചാൽ മതി. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ദൈവം ഒന്ന് പ്രകാശിച്ചാൽ മതി. കൂടുതൽ കാര്യങ്ങളൊന്നുമല്ല സങ്കീർത്തനക്കാരൻ പറയുന്നത്. നിന്റെ സൈന്യം ഇറങ്ങണമെന്നോ, നിന്റെ ആയുധങ്ങൾ ഇറങ്ങണമെന്നോ, അവൻ തീ അയക്കണമെന്നോ ഒന്നുമല്ല പറയുന്നത്. പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ, അങ്ങൊന്ന് പ്രകാശിക്കണമേ. ഇന്ന് പകലിൽ ആമേൻ, ദൈവത്തിൽ എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, ദൈവമേ അങ്ങൊന്ന് പ്രകാശിച്ചാൽ. യെശയ്യാ പ്രവചനം 64 അധ്യായത്തിൽ ആ പ്രകാശനത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 64 അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ. അവിടെ പ്രവാചകൻ ദൈവത്തോട് അപേക്ഷിക്കുക, എങ്ങനെ പ്രകാശിക്കണമെന്ന് അപേക്ഷിക്കുക. തീയിൽ ചുള്ളി കത്തുന്നത് പോലെ. നമുക്കറിയാം, തീയിലേക്ക് വലിയ മരക്കഷ്ണമൊക്കെ എടുത്തിട്ടാൽ സമയമെടുക്കും അത് കത്തിത്തീരാൻ. പലപ്പോഴും പുറമേ നിന്ന് നോക്കിയാൽ ചിലപ്പോൾ ആ മരക്കഷ്ണം കാണാൻ സാധിക്കും. എന്നാൽ കത്തി നിൽക്കുന്ന തീയിലേക്ക് ചുള്ളി എടുത്തിട്ടാലോ? നമുക്കറിയാം, ചുള്ളി എന്ന് പറഞ്ഞാൽ ഉണങ്ങി ചൂട്ടായിരിക്കുന്ന, ഒട്ടും ജലാംശമില്ലാത്തതായിരിക്കും ചുള്ളി. ആ ചുള്ളി ആ തീയിലേക്ക് എടുത്തിട്ടാൽ അത് വീഴുന്നതും അറിയുന്നില്ല, കത്തി അമരുന്നതും അറിയത്തില്ല. അതേ തീയിലേക്ക് അവൻ ചുള്ളി വീഴുന്നത് പോലെയും തീ കൊണ്ട് അവൻ, അവിടെ എഴുതിയിരിക്കുക, വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകിപ്പോകത്തക്കവണ്ണം. നോക്കണമേ, ദൈവമൊന്ന് പ്രകാശിച്ചാൽ, അവൻ ദൈവത്തിന്റെ പ്രതികാരം വെളിപ്പെട്ടാൽ, അവൻ ശത്രു എത്ര വലിയ ശക്തനാണെങ്കിലും അവൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, അവൻ സ്തോത്രം, അവൻ മലകൾ തിരുമുൻപിൽ ഉരുകുന്നത് പോലെ അവൻ ഇറങ്ങി വരുന്നൊരു ദൈവമാ. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവവേദലെ ദൈവത്തോട് പറയാൻ സാധിക്കണം, ദൈവമേ അങ്ങൊന്ന് പ്രകാശിക്കണമേ. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരെ. കാരണം അവനിലേക്ക് നോക്കുന്നവരിലേക്ക് ആ പ്രകാശം വെളിപ്പെടും. അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല. ദൈവം എനിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രകാശിച്ചാൽ, അവന്റെ മുഖപ്രകാശം നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ, ഹല്ലേലൂയ, ശത്രുവിന് പിന്നെ അവിടെ നിലനിൽക്കുവാൻ കഴിയത്തില്ല. ഞാൻ വേഗത്തിൽ മടങ്ങി വരാം. അവൻ ഒന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞ പ്രതികാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആമേൻ. ദൈവമേ അങ്ങ് പ്രകാശിക്കണമേ. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഭൂമിയുടെ ന്യായാധിപതിയെ എഴുന്നേൽക്കണമേ. ആമേൻ, സ്തോത്രം. ഡംബികൾക്ക് നീ പ്രതികാരം ചെയ്യണം. 3-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവേ ദുഷ്ടന്മാർ എത്രത്തോളം. സങ്കീർത്തനക്കാരൻ്റെ ചോദ്യമാണ് അല്ലേ, ആരോടാ പ്രതികാരം ചെയ്യേണ്ടതെന്ന് അവിടെ പറയുന്നത്. ഡംഭികൾ, ദുഷ്ടന്മാർ.
താൻ അവരെ നോക്കുമ്പോൾ അവർ ചെയ്യുന്ന എന്താ? അവർ ഘോഷിച്ച് ഉല്ലസിക്കുക, അല്ലേ? പലപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിലേക്ക് നാം നോക്കിയാൽ നമുക്കറിയാം, ഡംബികളുണ്ട്, അഹങ്കാരികളുണ്ട്, ദുഷ്ടന്മാരുണ്ട്, നിഷ്ഠൂരന്മാരുണ്ട്. അവരങ്ങ് ഘോഷിച്ചുല്ലസിക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ടല്ലേ? ആമൻ സങ്കീർത്തനക്കാരൻ പറയുകയാ, ആമൻ സ്തോത്രം, അവരോടൊന്നും നമുക്ക് പ്രതികാരമില്ല, അവരോട് പ്രതികാരമുള്ളത് ദൈവത്തിനാണ്. ദൈവത്തിൻ്റെ കോപം ആമൻ അവരുടെ മേൽ ഇടപെടും. ആമൻ സ്തോത്രം. അവിടുന്ന് തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ അവർ ശകാരിച്ച് ധാർഷ്ട്യം സംസാരിക്കും, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും വമ്പ് പറയുന്നു. അടുത്ത കാര്യം പറയും, യഹോവേ, അവർ നിന്റെ ജനത്തെ തകർത്ത് കളയും, നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു, അവർ വിധവയും പരദേശിയും കൊല്ലുന്നു, അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു. നോക്കണമേ, എന്തുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്? പലപ്പോഴും ഇതല്ലേ ദൈവമക്കളെ പലരുടെയും അവസ്ഥ. ആമേൻ സ്തോത്രം. അനാഥന്മാരെ ഹിംസിക്കുന്നു, പരദേശികളെ, വിധവമാരെ കൊല്ലുന്നു. ദുഷ്ടന്മാർ അവരുടെ അതിക്രമം വർദ്ധിപ്പിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുക, ദൈവമേ, അങ്ങൊന്ന് പ്രകാശിക്കണമേ. എന്നിട്ട് അടുത്ത വാക്യം എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാ, ആമേൻ സ്തോത്രം. ആമേൻ അതിന് തൊട്ടുമുമ്പുള്ള വാക്യം പറയുക, അയ്യോ, യഹോവ കാണുകയില്ല എന്നും യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കയില്ല എന്നും അവർ ഇന്ന് പകലിൽ ഇങ്ങനെ പറയുന്ന കുറേ പേരുണ്ട് കേട്ടോ. നമുക്കൊരു കഷ്ടത വരുമ്പോൾ, നമുക്കൊരു പ്രതികൂലം വരുമ്പോൾ, ആമൻ ദുഷ്ടന്റെ ആമൻ പ്രതിസന്ധികൾ ഭവനത്തിനകത്ത് വെളിപ്പെടുമ്പോൾ, അയ്യോ, ദൈവം ഇതൊന്നും കാണുന്നില്ലേ, ദൈവം ഇതൊന്നും അറിയുന്നില്ലേ? അവരെ പറ്റി വചനം പറയുന്നൊരു ഭോഷന്മാരാ. അടുത്ത പദം പറയുക, ചെവിയെ നട്ടവൻ ഒന്ന് സ്തോത്രം ചെയ്യാമോ? കണ്ണെ നിർമ്മിച്ചവൻ. ഇന്ന് പകൽ ആത്മാവിൽ പറയാൻ, ദൈവമേ, എൻ്റെ നിങ്ങളുടെ ഏതൊരവസ്ഥയും അവൻ ഈ ചെവിയെ നട്ടവൻ, ഈ കണ്ണിനെ നിർമ്മിച്ചവൻ, ഈ ശരീരത്തെ അമ്മയുടെ ഉദരത്തിൽ അവൻ മെനഞ്ഞവൻ, അവൻ ഇതെല്ലാം അറിയുന്നുണ്ട്. നിനക്കെതിരെ ശത്രു എഴുന്നേറ്റാൽ, പ്രതികൂലങ്ങൾ എഴുന്നേറ്റാൽ, മരണവാതിലുകൾ വന്നാൽ, അവൻ സ്തോത്രം, അന്ധകാര ശക്തികൾ എഴുന്നേറ്റാൽ ഭാരപ്പെടണ്ട. അവൻ അവരുടേതല്ല അന്തിമ വിജയം. നിന്നെ നട്ടവൻ, നിന്നെ നിർമ്മിച്ചവൻ കണ്ടോണ്ടിരിക്കുക. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, നീ ആകാശം ചായ്ച്ചിറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ദൈവം ഒന്ന് പ്രകാശിച്ചാൽ മതി, ശത്രു തകർന്നു. നമുക്കങ്ങനെ ആമേൻ, നമുക്കറിയാമല്ലോ, ചെങ്കടലിലൂടെ ഇസ്രായേൽ ജനം മുൻപോട്ട് കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ, അവരക്കരെ എത്തി. അവരുടെ പുറകെ ആമേൻ ഫറവോനും കൂട്ടരും കടന്നു വരിക. എന്നാൽ അവരെ രഥചക്രങ്ങളുടെ ഓട്ടം തെറ്റിച്ച് കളയത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രകാശം അവരുടെ മേൽ അടിച്ചപ്പോൾ, ഹല്ലേലൂയ, അവരുടെ ഓട്ടം താറുമാറായി. അതിൻ്റെ അകത്ത് തന്നെ അവർ അകപ്പെട്ടു എന്ന് നാം വചനത്തിൽ കാണുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രകാശം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉദിച്ചാൽ അവൻ ശത്രുവിന് നമുക്കെതിരെ എഴുന്നേൽക്കാൻ കഴിയുകയില്ല, നിലനിൽക്കാൻ കഴിയുകയില്ല. ചെവിയെ നട്ടവൻ കാണുകയില്ലയോ, കണ്ണെ നിർമ്മിച്ചവൻ. പിന്നെ തുടർന്ന് അങ്ങോട്ട് അവർക്കുള്ള പ്രതികാരത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗങ്ങളൊന്നും എടുക്കുന്നില്ല. അതിന്റെ 17-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുക, യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. ആ വാക്യത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ പ്രാണൻ ദൈവ ഭണ്ഡാരത്തിൽ സുരക്ഷിതം. എത്ര വിശ്വസിക്കുന്നു? എത്ര ശത്രു എഴുന്നേറ്റാലും, എത്ര പ്രതികൂലം എഴുന്നേറ്റാലും സങ്കീർത്തനക്കാരൻ ഉറപ്പോടെ പറയും, യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. ഇങ്ങനൊരു പാട്ടുണ്ട്, പണ്ടേ ഞാൻ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. അല്ലേ, എന്നേ നാം മരിച്ചു പോകാമായിരുന്നു, എന്നേ നാം മൗനവാസം ചെയ്യാമായിരുന്നു. എന്നാൽ നമുക്കൊരു സഹായകനുണ്ടായിരുന്നു. സങ്കീർത്തനക്കാരൻ ഉറപ്പോടെ പറയുക, എനിക്കൊരു സഹായകനുണ്ടായിരുന്നു. ഇല്ലായിരുന്നില്ല എൻ്റെ പ്രാണൻ വേഗം. അതാ ഉറപ്പ്. ഞാൻ എൻ്റെ വാക്കുകളെ അവിടെ അവസാനിപ്പിക്കുക. അവൻ അവിടെ ഒടുവിൽ നാം കാണുന്ന അവൻ അതിൻ്റെ 19-ാമത്തെ വാക്യം നോക്കിയാൽ, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. പലപ്പോഴും ശത്രു നമുക്കെതിരെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന എത്ര വിചാരങ്ങൾ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റത്തില്ലല്ലേ? നമ്മൾ ആരോടും പറയാം, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇപ്പം തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ എത്ര വിചാരങ്ങളാണ് പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊരു കഷ്ടതയോ പ്രതിസന്ധിയോ വരുമ്പോഴോ, ശത്രു എഴുന്നേൽക്കുമ്പോഴോ, അവൻ അവിടെ സങ്കീർത്തനക്കാരൻ പറയും, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ
തണുപ്പിക്കും. ഇന്ന് പകലിൽ ഭാരപ്പെടേണ്ട ദൈവപൈതലേ, നിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വിചാരങ്ങൾ അതെത്ര തീ പോലെ വലുതാണെങ്കിലും അതിനെ തണുപ്പിക്കുവാൻ, അതിനെ ആശ്വസിപ്പിക്കാൻ, ആമൻ അതിൻ്റെ മേൽ ആമൻ സ്തോത്രം ദൈവത്തിൻ്റെ ആശ്വാസം പകരുവാൻ അവൻ്റെ വചനങ്ങൾ മതിയായതാണ്. അവൻ്റെ ആശ്വാസങ്ങൾ മതിയായതാണ്. അതിനെ തണുപ്പിക്കാൻ മതിയായതാണ്. ആമൻ സ്തോത്രം. ആമൻ ഹല്ലേലൂയ. അടുത്ത വാക്യം 20-ാം വാക്യം എങ്ങനെയാണ്? നിയമത്തിന് വിരോധമായി കഷ്ടം നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകും. ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയണമെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ദൈവപൈതലേ, നാം വായിച്ചതുപോലെ അവൻ തൻ്റെ ജനത്തെ ഒരു നാളും തള്ളിക്കളയത്തില്ല, തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയുമില്ല. അവൻ അനീതിയുള്ള ന്യായാധിപൻ, അവൻ വിധവയുടെ അവൻ സ്തോത്രം അപേക്ഷയ്ക്ക് മുൻപിൽ ചെവി കൊടുക്കാതെ ചില കാലങ്ങൾ ഇരുന്നെങ്കിലും അവൻ്റെ ഉള്ളിൽ ഭയം വന്നിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ ഇവൾക്ക് പ്രതിക്രിയ നൽകും. ഇവൾക്ക് പ്രതിക്രിയ നൽകും. ഒടുവിൽ നാം വായിക്കുക, അനീതിയുള്ള ന്യായാധിപൻ അവൻ പ്രതിക്രിയ ചെയ്യുമെന്ന് തീരുമാനമെടുത്തെങ്കിൽ സ്തോത്രം ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും ഹല്ലേലൂയ അവർക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഇന്ന് പകലിൽ സ്തോത്രം ഏതെങ്കിലും വിധത്തിൽ ശത്രു നിന്നെ തകർക്കാൻ പദ്ധതി ഇടുന്നെങ്കിൽ, ഇല്ലാതാക്കാൻ സ്തോത്രം പ്ലാനുകൾ ഇടുന്നെങ്കിൽ ഭാരപ്പെടണ്ട. അത് കാണുന്നൊരു ദൈവമുണ്ട്, അത് അറിയുന്നൊരു ദൈവമുണ്ട്, അതിനെതിരെ എഴുന്നേൽക്കുന്നൊരു ദൈവമുണ്ട്, അതിനെതിരെ പ്രകാശിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥന അതായി തീരട്ടെ. ദൈവമേ, അവിടുത്തെ പ്രതികാരം വെളിപ്പെടട്ടെ. ഈ വചനങ്ങളാൽ ദൈവമേ കഥ നമ്മെ സഹായിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കഥാവിന് നമുക്ക് മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ.